അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതം ഉന്നതമായ നിലയിലാണ് പോകുന്നതെന്ന് അറിയാൻ കഴിയും. നിങ്ങൾക്ക് ഇന്ന് ചില അതിഥികൾ ഉണ്ടാവും. അവർ വീട്ടിൽ സന്തോഷിക്കുകയും അല്പം ബഹളമുണ്ടാക്കുകയും ചെയ്യും. അത് അർദ്ധരാത്രി വരെ നീണ്ടേക്കാം. അതിൽ പങ്കുചേർന്ന് ആസ്വദിക്കുക, അതിലൂടെ സന്തോഷം നേടുക. ഏരിസ് റൊമാൻസ്. തികച്ചും അവിചാരിതമായ ഒരിടത്തു നിന്ന് ഈ അനുരാഗം വരുന്നതായി കാണാം. ഒരു പക്ഷേ വളരെ കാലമുള്ള ഒരു സുഹൃത്തിൽ നിന്ന്. ഈ ബന്ധം വളരെ കാലമായി മൊട്ടിടുകയായിരുന്നു. ഇപ്പോഴതിന് പൂത്തുലയുവാൻ സമയമായിരിക്കുന്നു. ഈ അനുരാഗബന്ധം എത്ര തൃപ്തികരവും പൂർണ്ണവുമെന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. ഏരിസ് കരിയർ. ഡിസൈനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കിന്ന് വളരെ നല്ല ദിവസമായിരിക്കും. വിദേശത്തു നിന്നും ചില നല്ല കരാറുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് കാണുന്നു. നിങ്ങളിൽ ചിലർക്ക് പുതിയ ജോലിക്കുള്ള അവസരങ്ങളും ഉണ്ടായേക്കാം. എന്നിരുന്നാലും നിങ്ങളാൽ നിങ്ങളുടെ മേഖല തന്നെ മാറുന്നത് ശ്രദ്ധിച്ചു വേണം. അതിനായി ശരിയായ അവസരത്തിനായി കാത്തിരിക്കുക. നിങ്ങൾ ഇന്ന് പുതിയ ബന്ധങ്ങൾ വളർത്തും. അത് നിങ്ങളുടെ ഔദ്യോഗിക ഭാവിക്ക് ഗുണകരമാവും. ഏരിസ് ഫൈനാൻസ്. അടുത്തയിടെ നിങ്ങൾക്ക് ചില ലാഭങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ആത്മവിശ്വാസവും അഭിമാനവും അതിന്റെ ഉത്തുംഗത്തിലാണ്. നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ സാമ്പത്തിക ഔദ്യോഗിക നിർവിഘ്നങ്ങളിൽ സംതൃപ്തി തോന്നണം. കൂടാതെ നിങ്ങളുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ ദീർഘകാലത്തിൽ കൈവരിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കണം. ഇപ്പോൾ നിങ്ങൾ ശരിയായ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കും. പൂർണ്ണ വിശ്വാസത്തോടെ ആയിരിക്കുക. ഏരിസ് ഹെൽത്ത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, തീ എന്നിവയുമായി ബന്ധപ്പെടുമ്പോൾ കരുതിയിരിക്കുക. നിങ്ങൾക്ക് അപകട പ്രവണതയുള്ള സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പ്രവൃത്തിയിൽ പരിക്കു പറ്റുവാനുള്ള സാധ്യത അധികമായാൽ നിങ്ങൾ പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമാണ്. കമ്പ്യൂട്ടർ, ഹീറ്റർ മുതലായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഷോക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. തീയുമായി ബന്ധപ്പെടുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അത്യാവശ്യത്തിന് ഉപയോഗിക്കുവാനായി അടുത്തെപ്പോഴും വെള്ളം കരുതുക. ടോറസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ വീട്ടിൽ വഴക്കിട്ടുവെങ്കിൽ ഒരിക്കലും അത് വലുതാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഗ്രഹപ്പിഴ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അത്തരം സമ്മർദ്ദങ്ങൾ നാം ഒഴിവാക്കണം. എന്നിട്ട് തീർച്ചപ്പെടുത്തണം ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകരുതെന്ന്. സൗമ്യതയോടും വിവേകത്തോടും കൂടിയേ നിങ്ങൾ പെരുമാറാവുള്ളൂ. ടോറസ് റൊമാൻസ്. നിങ്ങളുടെ ബന്ധമായി എത്ര കണ്ട് മുന്നോട്ടു പോകണമെന്ന് ഇന്ന് ഒരു നിശ്ചയം കിട്ടുന്നില്ലെങ്കിൽ ഒരു അടുത്ത സുഹൃത്തിന്റെയോ അടുത്ത ബന്ധുവിന്റെയോ ഉപദേശം തേടുക. നിങ്ങളുടെ താല്പര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഇവർ ഉപദേശം നൽകിയെന്നതിന് ഒരു സംശയവും വേണ്ട. ഈ അടുത്ത വ്യക്തിയുടെ ഉപദേശവും നിങ്ങളുടെ ഉൾവിളിയും ഒത്തുചേരുമ്പോൾ ഒരു തീരുമാനമെടുക്കുക. ടോറസ് കരിയർ. നിങ്ങളുടെ ഔദ്യോഗിക പുരോഗതിക്കായി ഇന്ന് നിങ്ങൾ ആരെങ്കിലുമായി കൂട്ടുകൂടണം. നിങ്ങളുടെ പങ്കാളിയുടെ തിരഞ്ഞെടുപ്പ് ശരിയെങ്കിൽ നിങ്ങളുടെ ഉൽപാദനക്ഷമതയും വ്യവഹാരവും വർദ്ധിക്കുന്നതായി കാണാം. ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കെങ്കിൽ ആകാവുന്നതിലും വളരെയധികം. നിങ്ങൾ ആരുമൊത്താണ് കൂട്ടുകെട്ടുന്നതെന്നും വ്യവസ്ഥകൾ എന്തൊക്കെയെന്നും വ്യക്തമായി ഉറപ്പുണ്ടാക്കുക. എന്നാൽ ഒരു പങ്കാളിയുമൊത്ത് മുന്നോട്ടു പോകുക. ടോറസ് ഫൈനാൻസ്. ഒരടുത്ത ബന്ധുവുമായി പാരമ്പര്യ വസ്തുവിനെക്കുറിച്ച് ഒരു കശപിശയ്ക്ക് സാധ്യത കാണുന്നു. ഈ അഭിപ്രായ വ്യത്യാസം ബന്ധുക്കൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതുവീർപ്പിക്കുകയാണെങ്കിൽ വളരെ മോശമായ രീതിയിലേക്ക് മാറും. കുടുംബത്തിലെ ചർച്ചയിൽ അസ്വാരസ്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവയ്ക്ക് കൂടുതൽ എണ്ണ പകരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചർച്ചയിൽ നിന്നും ഉടൻ പിന്മാറുക. അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തിനെക്കുറിച്ച് അതൊരു തുറന്ന യുദ്ധം തന്നെയാകും. ടോറസ് ഹെൽത്ത്. ജോലി സംബന്ധമായ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇന്ന് നിങ്ങളെ അലട്ടും. അത് നിങ്ങളുടെ മനസ്സിന്റെ പിരിമുറുക്കം കൂട്ടും. അന്തർപ്രേരണ കുറയ്ക്കും. മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാനും മാംസപേശികളിലെ വലിവിനെ കുറവ് വരുത്തുവാനുമായി മാർഗദർശനത്തോടെ യോഗാഭ്യാസം അല്ലെങ്കിൽ ധ്യാനം എന്നിവ ചെയ്യുക. നിങ്ങളുടെ ഊർജ്ജ നിലവാരം വർദ്ധിക്കുന്നതും മാനസിക പിരിമുറുക്കം കുറയുന്നതും നിങ്ങളറിയും. ജെമിനി ഓവർവ്യൂ. എല്ലാ പ്രവൃത്തികളും യുക്തിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. ചില ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ചിലപ്പോൾ നിങ്ങൾ വാദിക്കുകയും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തേക്കാം. ആ അവസ്ഥയിൽ മനസ്സിനെ ശാന്തമാക്കി സ്വയം നിയന്ത്രിച്ച് നിങ്ങളുടെ പ്രവൃത്തിയിൽ തന്നെ മുഴുകുക. ആകയാൽ നിങ്ങളുടെ ജോലി പൂർത്തീകരിച്ചതിന്റെ ആത്മസംതൃപ്തിയും ഒപ്പം തന്നെ നിങ്ങളിലും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലും മനസ്സമാധാനവും അനുഭവപ്പെട്ടേക്കാം. ജെമിനി റൊമാൻസ്. നിങ്ങൾ അനുരാഗത്തിലാണെന്ന് ഇന്ന് നിങ്ങൾ അറിയും. ജീവിതത്തിന് തന്നെ വളരെ മാറ്റം സംഭവിച്ചതായും എല്ലാം പുതിയതുപോലെയും തോന്നും. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും നിങ്ങൾക്ക് പരസ്പരമായി നിർമ്മിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും. ഇരുവരും ഇത്ര കണ്ട് സ്നേഹിക്കുന്നത് നല്ലതു തന്നെ. ഈ ബന്ധം കൂടുതൽ പുഷ്ടിപ്പെടുവാനും സാധ്യതയുണ്ട്.
ഒന്ന് മാത്രം മനസ്സിൽ കരുതുക, നിങ്ങളുടെ പ്രയത്നവും പരസ്പര സഹായവും മാത്രമേ നിങ്ങളുടെ ബന്ധത്തിന് ദീർഘകാലത്തേക്ക് ജീവൻ നൽകുവാനാകുകയുള്ളൂ. ജെമിനി. കരിയർ. ജോലി അന്വേഷണത്തിനിടയിൽ ഇന്ന് ക്ഷമ കൈവിടാതിരിക്കുക. ശരിയായ ഉദ്യോഗം കണ്ടെത്തുന്നതിന് ഒരുപക്ഷെ സമയമെടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ക്ഷമ സുപ്രധാനമാണ്. അതേസമയം നിങ്ങളിൽ ചിലർ ചില നല്ല അവസരങ്ങൾ ഏറ്റവും മികച്ചതിനുള്ള അന്വേഷണത്തിനിടയിൽ തഴയുകയായിരുന്നു. ഒന്നോർക്കുക, ഇപ്പോൾ ലഭിക്കാവുന്നതിൽ നല്ലതാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത്. അത് നാളെ കൂടുതൽ നല്ലതിലേക്ക് വഴിവെച്ചുകൊള്ളും. ജെമിനി. ഫൈനാൻസ്. ജോലിഭാരം ഇന്ന് നിങ്ങളെ തിരക്കുള്ളവനാക്കുമെങ്കിലും അത് നിങ്ങളുടെ ശോഭനമായ സാമ്പത്തിക ഭാവിക്ക് അടിത്തറയിടും. ജോലിയുടെ മർദ്ദം വളരെ അധികമായിരിക്കും. കൂടുതൽ പദ്ധതികൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടിയും വരും. എന്നിരുന്നാലും നിങ്ങളുടെ വിശ്രമം ആവശ്യമാണ്. അത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ ആശയങ്ങളും. ജെമിനി. ഹെൽത്ത്. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ആരോഗ്യം ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അനാവശ്യമായി വിഷമിക്കേണ്ട. അവർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഒരു പരിശോധന അല്ലെങ്കിൽ കുറച്ച് ശുദ്ധവായു മതിയാകും. അവരുടെ ക്ഷേമാന്വേഷണത്തിനായി കുറച്ച് സമയം കണ്ടെത്തുക. അവരെ ശ്രദ്ധിക്കുക. അവരുടെ മാനസിക നില താനേ ഉയരും. ക്യാൻസർ. ഓവർവ്യൂ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഒരു നിയമക്കേട് തീരുമാനിച്ചേക്കും. ഈ പ്രശ്നത്തിലുള്ള നിങ്ങളുടെ പ്രയത്നം അവസാനം ഫലവത്തായി തീരും. നിങ്ങളുടെ പുതിയ വക്കീൽ എല്ലാ നിയമോപദേശവും തരില്ല. ക്യാൻസർ. റൊമാൻസ്. ഹൃദയവിശാലതയുള്ള ഒരു വ്യക്തിയുടെ കൂട്ടുകെട്ട് ഇന്ന് നിങ്ങൾ ആസ്വദിക്കും. അദ്ദേഹത്തിന്റെ ഹൃദയവിശാലത നിങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. അടുത്ത സുഹൃത്ത് ബന്ധം വളർത്തുന്നത് അനുരാഗത്തിലേക്ക് വളരും. ഇരുവരുടെയും കൂട്ടുകെട്ട് വളരെയധികം സന്തോഷം കൊണ്ടുവരുമെന്ന് ഉറപ്പു തരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരിയായ വികാരങ്ങൾ നിങ്ങൾ പങ്കുവെക്കുക. മൊത്തത്തിൽ ഇത് ഒരു മഹത്തായ യാത്രയുടെ തുടക്കമായിരിക്കും. ക്യാൻസർ. കരിയർ. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ തൊഴിലാളികളെ അവരുടെ ഉയർന്ന കഴിവനുസരിച്ച് തിരിച്ചറിയുകയും അവരെ വേർതിരിച്ച് പരിശീലിപ്പിക്കുകയും നന്ദിപൂർവ്വം അംഗീകരിക്കുകയും ചെയ്യുന്ന ദിവസമാണിന്ന്. നിങ്ങളുടെ ജോലിക്കാർ ചില ശുഭസൂചകമായ ശക്തിപ്പെടുത്തൽ ലഭിക്കുമ്പോഴാണ് നിങ്ങളോട് കൂടുതൽ അടുപ്പവും കൂറും തോന്നിക്കുന്നത്. അതിനാൽ അവർ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്നു എന്നത് നിങ്ങളുടെ ഏറ്റവും നല്ല തൊഴിലാളികൾ അറിഞ്ഞിരിക്കണം എന്ന് തീർച്ചയാക്കുക. ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ പ്രയത്നങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ക്യാൻസർ. ഫൈനാൻസ്. ഇന്നത്തെ ദിനം നിങ്ങൾക്ക് സാമ്പത്തിക സുസ്ഥിരതയുടേതാണ്. പണമുണ്ടാക്കുവാനുള്ള നിങ്ങളുടെ കഴിവ് തികച്ചും നല്ലതാണെന്ന് ഇന്ന് നിങ്ങൾ അറിയും. ഇതിനർത്ഥം നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക പദ്ധതികൾ ശരിയായി പ്രവർത്തിക്കുന്നുവെന്നും അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം നൽകുന്നുവെന്നുമാണ്. ഇന്നും നിങ്ങൾ പാതയിൽ തന്നെ സഞ്ചരിക്കുക. ക്യാൻസർ. ഹെൽത്ത്. അടുത്തയിടെയായി നിങ്ങൾ പുറം അല്ലെങ്കിൽ നിതംബ ഭാഗങ്ങളിലെ വേദനയുമായി ക്ലേശപ്പെടുകയായിരുന്നുവെങ്കിൽ അതിൽ നിന്നും ഇന്ന് കുറച്ച് ആശ്വാസം ലഭിക്കും. അടുത്തയിടെ നിങ്ങളെടുത്ത വിശ്രമം നിങ്ങളുടെ മാംസപേശികൾക്ക് ആയാസം നൽകിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ചലനക്ഷമത വർദ്ധിപ്പിക്കുവാനും വേദനയ്ക്ക് കുറവേകുവാനും സഹായിച്ചിരിക്കുന്നു. ഇന്നും വിശ്രമം തുടരുക. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാനാകും. ലിയോ. ഓവർവ്യൂ. നിങ്ങൾ പൊതുവായതോ അല്ലാത്തതോ ആയ ആഘോഷത്തിൽ പങ്കെടുക്കും. ഇന്ന് ബന്ധുക്കളുടെ വീട്ടിലോ സാമൂഹ്യ പരിപാടികളിലോ പങ്കെടുത്ത് ആഘോഷിക്കാനുള്ള അവസരമാണ്. യഥാർത്ഥത്തിൽ ചെയ്തു തീർക്കുവാനുള്ള പ്രവൃത്തികൾക്കുള്ള അവസരം കൂടി ലഭിക്കും. ഇപ്പോൾ മറ്റുള്ള എന്തിനേക്കാളും പ്രാധാന്യം ഇതിനാണ്. ലിയോ. റൊമാൻസ്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പ്രേമാഭ്യർത്ഥനകൾ ഒട്ടനവധി ലഭിക്കും. തിരഞ്ഞെടുപ്പ് ശരിയായിരിക്കുവാൻ ശ്രദ്ധിക്കുക. പലതും തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്കാകാവുന്നതിലും അധികമാകാതിരിക്കുവാനും ശ്രമിക്കുക. ഈ ആകർഷണങ്ങൾക്കും ശേഷവും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തുകയും അയാളിൽ ആകൃഷ്ടമാകുകയും ചെയ്യും. അപ്പോൾ ആദ്യപടി എങ്ങനെയായിരിക്കണമെന്നറിയാതെ ഒരവസ്ഥയിലുമാകും നിങ്ങൾ. സാമൂഹിക ബന്ധങ്ങളുടെ ഈ സമയം ആസ്വദിക്കുക. ഒരാളിലും ആവശ്യത്തിലധികം ഗൗരവത്തോടെ അടുപ്പം കാണിക്കാതിരിക്കുക. ഇന്നത്തെ ദിനം ആനന്ദിക്കുവാൻ മാത്രമുള്ളതാണ്. ലിയോ. കരിയർ. ഒരു പുതിയ ഉദ്യോഗം ഇന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. എന്നാൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള ദിനമല്ലിന്ന്. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കുക. ചുറ്റിലും ചികഞ്ഞു നോക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ തീരുമാനമെടുക്കും മുൻപേ എല്ലാ അവസരങ്ങളെക്കുറിച്ചും അവയുടെ വരുംവരായികളെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ലിയോ. ഫൈനാൻസ്. ധർമ്മസ്ഥാപനങ്ങൾക്ക് ഇന്ന് ഗുണങ്ങളുണ്ടാകുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് NGOകൾക്ക് ഗ്രാന്റ് അല്ലെങ്കിൽ സംഭാവന അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ എന്നിവയുടെ ഗുണങ്ങളുണ്ടാകും. അതിലുപരിയായി നിങ്ങൾ നിങ്ങളുടെ തിളക്കമാർന്ന പക്ഷേ വളരെ സമ്മർദ്ദമുള്ള ജോലി ഉപേക്ഷിച്ച് മാനവ സമൂഹത്തിനുപകാരമായ സേവനങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഇന്നത്തെ ദിനം നല്ലതാണ്. മുന്നോട്ടു പോകുക.
Leo, ഹെൽത്ത്. നിങ്ങളുടെ ശരീര സൗന്ദര്യത്തിനു മുകളിൽ നല്ല സ്വാസ്ഥ്യത്തിന്റെ സ്വാധീനം നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടാക്കുന്നു. മറ്റുള്ളവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിനന്ദനം പൊഴിയുന്ന വാക്കുകൾ നിങ്ങൾക്കിന്ന് കേൾക്കാം. നിങ്ങളുടെ ആരോഗ്യം നിറയുന്ന കാര്യക്രമം നിലനിർത്തുക. അത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. Virgo, ഓവർവ്യൂ. നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ചില സുഹൃത്തുക്കളും ബന്ധുക്കളും വിദേശത്ത് താമസക്കാരായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട് വൃത്തിയായി സൂക്ഷിക്കുക. ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചില അതിഥികൾ വന്നേക്കാം. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് വിദേശത്തേക്ക് പോകാൻ സാധിക്കും. Virgo, റൊമാൻസ്. നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും അനുരാഗം നിറഞ്ഞ ഒരു ദിനമായിരിക്കും. ഒന്ന് പുറത്തിറങ്ങുവാനും ഒട്ടൊന്ന് ശൃംഗരിക്കുവാനും നിങ്ങൾക്ക് ആഗ്രഹം തോന്നും. മനസ്സ് നിറയെ ഇന്ന് അനുരാഗമാണ്. നിങ്ങളത് ആസ്വദിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പങ്കാളിയുമൊത്ത് എത്ര നന്നായി അനുരാഗം പങ്കുവയ്ക്കുമെന്നത് മാത്രം ഇന്ന് ആലോചിക്കുക. Virgo, കരിയർ. ഈയിടെയായി നിങ്ങളുടെ വ്യാപാരം മോശമാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരം സുസ്ഥിരപ്പെടുത്തുവാനായി ഒരു കൂട്ടുകച്ചവടത്തിനുള്ള ആലോചനയിലുമാണ് നിങ്ങൾ. ഈ ആലോചനയുമായി ഇന്ന് മുന്നോട്ട് പോകുക. ഇത് നിങ്ങളുടെ വ്യാപാരത്തിനാവശ്യമായ സുസ്ഥിരതയും വിജയവും കൊണ്ടുവരും. ഇന്ന് ലഭിക്കുന്ന എല്ലാ സാധ്യതകളും പരിഗണിക്കുക. Virgo, ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്ക് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനെ കാണണമെന്നും നിങ്ങളുടെ വരുംകാലത്തേക്കുള്ള ബജറ്റിന് ഒരു വ്യക്തത ഉണ്ടാക്കണമെന്നും തോന്നും. ഇത് ബുദ്ധിപൂർവമായ ഒരു തീരുമാനമാണ്. കാരണം ഇതുവഴി നിങ്ങളുടെ സാമ്പത്തിക രംഗം തിരികെ ശരിയായ പാതയിലെത്തും. എന്നാൽ ലഭിക്കുന്ന ഉപദേശം നിങ്ങളെ ശരിയായ ദിശയിൽ നയിക്കുന്നുവെന്ന് ഉറപ്പിക്കുവാനായി നിങ്ങൾ ഉപദേശം തേടുന്നത് യോഗ്യതയുള്ള ഒരു ഉപദേഷ്ടാവിന്റെ അടുക്കൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തുക. Virgo, ഹെൽത്ത്. ഇന്ന് നിങ്ങൾ പൊതുവെ ശാന്തനായിരിക്കും. മറ്റുള്ളവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ പ്രക്ഷുബ്ധനും മാനസിക പിരിമുറുക്കം വർദ്ധിച്ചവനുമാണ്. ഇന്ന് മാനസിക പിരിമുറുക്കം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ കുടുംബവും ഒന്നിച്ച് ആസ്വദിക്കണമെങ്കിൽ മനസ്സിനെ ശാന്തമായി വെച്ചേ പറ്റൂ. നിങ്ങൾ പ്രകടിപ്പിച്ച സ്വസ്ഥതയുടെ ആ പ്രതിച്ഛായയും പുതുതായി കണ്ടെത്തിയ ശാന്തിയും തമ്മിൽ ഇഴുകിച്ചേരുവാൻ ഉടൻ നിങ്ങൾക്കാകും. Libra, ഓവർവ്യൂ. വീട്ടിൽ നിങ്ങൾ ഇന്ന് സംതൃപ്തമായി ചിലവഴിക്കും. നിങ്ങളുടെ കുടുംബത്തിന്റെ സൗന്ദര്യം യഥാർത്ഥമായി നിങ്ങൾ ആസ്വദിക്കും. അവരുടെ താങ്ങ് നിങ്ങളെ അത്യധികമായി നിറയ്ക്കും. ഈ സമയം അവർ അറിയട്ടെ എങ്ങനെയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന്. അതിനായി അവർ പ്രത്യേകിച്ച് സംസാരിക്കട്ടെ. Libra, റൊമാൻസ്. അനുരാഗം ഇന്ന് സാധ്യതയുള്ള ഒരു വസ്തുതയാണ്. കാരണം ഇന്ന് വളരെ ആകർഷകമായ ഒരു വ്യക്തിയെ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടും. ഈ വ്യക്തിയെ ജോലി സംബന്ധമായ ഒരു ഇടത്ത് വെച്ചായിരിക്കും കണ്ടുമുട്ടുവാൻ ഏറെ സാധ്യത. ഇത് വളരെ രസകരമായ ഒരു കൂടിക്കാഴ്ചയാകുവാൻ സാധ്യതയുണ്ട്. അതിലുപരി അനുരാഗ നിബിഡവും. എന്നിരുന്നാലും ഈ തീപ്പൊരി ഓഫീസ് വിടുന്നതുവരെ എരിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. Libra, കരിയർ. ഔദ്യോഗിക പുരോഗതി വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് ജോലിസ്ഥലത്ത് നിങ്ങൾ സ്വയം ചില കാര്യങ്ങൾ തുടങ്ങി വെക്കേണ്ടി വരും. നിങ്ങളുടെ പ്രകടനത്തെ മാത്രം ആശ്രയിച്ചാണ് നിങ്ങളുടെ ഔദ്യോഗിക പുരോഗതി എന്നത് നിങ്ങൾ ഓർക്കണം. സാങ്കേതിക കഴിവുകൾ വികസിപ്പിച്ച് മറ്റുള്ളവർക്ക് മുകളിൽ ഒരു സ്ഥാനം നേടുവാൻ ശ്രമിക്കുക. Libra, ഫൈനാൻസ്. വെറും ഉത്സുകത കൊണ്ട് നിങ്ങൾ സാമ്പത്തിക രംഗത്ത് ഇന്നെടുത്ത തീരുമാനം തെറ്റായി തീരും. അതുകൊണ്ട് തന്നെ ഇന്ന് ജോലി ചെയ്യുമ്പോഴും എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴും വികാരങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ചു നിർത്തേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും എല്ലായ്പ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ ആയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തിയെന്നും വരും. ഗതിക്കനുസരിച്ച് നീങ്ങുക. Libra, ഹെൽത്ത്. ഇന്ന് നിങ്ങൾ ആരോഗ്യകാര്യത്തിലുള്ള മിക്കവാറും എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കും. മൊത്തത്തിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല സുഖം തോന്നും. ഉയർന്ന ഊർജ്ജനിലയുണ്ടാകും. വേദനകളൊന്നും കാര്യമായി അലട്ടില്ല. ഈ നല്ല അവസ്ഥയുടെ ഗുണം നിങ്ങൾ ഊറ്റിയെടുക്കണം. പുറത്തുപോയി ജീവിതം ആസ്വദിക്കണം. എല്ലാ കാലത്തും നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ നല്ല കാലം ആസ്വദിക്കുക. Scorpio, ഓവർവ്യൂ. അവരുടെ ഇടയിൽ സമാധാനവും ശാന്തതയും ഉണ്ടാവും. നിങ്ങൾ സ്നേഹിച്ച ഒന്നിന്റെ പടത്തിന്റെ മുമ്പിലിരുന്ന് ഇന്ന് കുറച്ചു സമയം ചിലവഴിക്കുന്നത് നല്ലതായിരിക്കും. റിലാക്സ് ചെയ്തും സന്തോഷിച്ചും വീണ്ടും നിങ്ങളുടെ ഉന്മേഷം ആവാഹിക്കുകയും ചെയ്യാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുടുംബവുമായി ഒരുമിച്ച് അഥവാ കൂട്ടുകാരുമായി ഒരുമിച്ച് ഷോപ്പിംഗ് പോകുകയോ സിനിമയ്ക്ക് പോകുകയോ ചെയ്യുക. Scorpio, റൊമാൻസ്. ജോലി സംബന്ധമായ പരിതസ്ഥിതികൾ നിങ്ങൾക്ക് രസകരമെന്ന് തോന്നുന്ന ചില വ്യക്തികളുമായി പരിചയപ്പെടുവാൻ ഇടയാകും. നിങ്ങൾ പുതിയ ആരെങ്കിലുമായും പരിചയപ്പെടുവാൻ സാധ്യതയുണ്ട്. ജോലിയിൽ നിന്നും ശ്രദ്ധ പോകരുത്. എന്നാൽ ഇന്ന് മുഴുവനാക്കേണ്ട ജോലി മുഴുക്കെ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾ കുറച്ചു കൂടുതൽ അധ്വാനിക്കേണ്ടി വരുമെന്ന് കാണുന്നു.
കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും വഴി ഈ പുതിയ വ്യക്തിക്ക് നിങ്ങൾ താല്പര്യമുണ്ടോ എന്ന് എന്തുകൊണ്ട് അന്വേഷിച്ചുകൂടാ? Scorpio, കരിയർ. നിങ്ങളുടെ ഔദ്യോഗിക വിജയം ഇന്ന് നിങ്ങളുടെ പ്രയത്നത്തെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ ജോലിയെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് ആഴത്തിൽ തന്നെയുള്ള അറിവുണ്ടായിരിക്കണം. കൂടാതെ നിരന്തരമായി ശ്രദ്ധ അതിലേക്ക് കേന്ദ്രീകരിക്കുകയും വേണം. നിങ്ങൾ നിങ്ങളുടെ കരുത്തുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ആവശ്യമുള്ള സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കണം. കൂട്ടാളികളുമൊത്ത് സഹകരിച്ച് ജോലി ചെയ്യണം. ഇതെല്ലാം ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ജോലി ആസ്വാദികരമാക്കുവാനും ലക്ഷ്യം നേടുവാനും സഹായിക്കും. Scorpio, ഫൈനാൻസ്. ഇന്ന് ലാഭത്തിന്റെ ദിനമാണ്. വളരെയധികം പണം വന്നു ചേരും. ഈ നല്ല സമയം ഉപയോഗിച്ച് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുക. നല്ല അടിത്തറയുള്ള കൂടുതൽ നിക്ഷേപങ്ങൾ. ഊഹാഭോഗങ്ങൾക്കനുസരിച്ച് നിക്ഷേപിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ വിളിക്കനുസരിച്ച് വിധിന്യായം നടപ്പാക്കുക. അങ്ങനെയെങ്കിൽ ചിലവാക്കുവാനായി കൂടുതൽ പണം നിങ്ങളെ തേടിയെത്തും. Scorpio, ഹെൽത്ത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കേണ്ടത് ഇന്ന് ആവശ്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് അമിത മാനസിക പിരിമുറുക്കത്തിലാകുവാൻ വന്നേക്കാമെന്നതിനാലാണ്. ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ ആവേശത്തിന് വിശ്രമമെടുത്ത് പ്രശ്നം കൂടുതൽ വഷളാക്കാതെ അതുവഴി പൂർവ്വസ്ഥിതിയിലെത്തുവാൻ ശ്രമിക്കുക. സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും മാനസികോർജം ഉയർത്തുന്നതിനും ഇന്നത്തെ വേദവാക്യം ക്ഷമയാണ്. Sagittarius, ഓവർവ്യൂ. നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ചില സുഹൃത്തുക്കളും ബന്ധുക്കളും വിദേശത്ത് താമസക്കാരായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട് വൃത്തിയാക്കി സൂക്ഷിക്കുക. ചിലപ്പോൾ അപ്രതീക്ഷിതമായി ചില അതിഥികൾ വന്നേക്കാം. മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഈ അവധിക്കാലത്ത് വിദേശത്തേക്ക് പോകുവാൻ വരെ അവസരം ലഭിച്ചേക്കാം. Sagittarius, റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയോടുള്ള നിങ്ങളുടെ താല്പര്യം ഇപ്പോൾ അതിന്റെ ഉത്തുംഗത്തിലാണ്. നിങ്ങളുടെ പങ്കാളിയും നിങ്ങളിൽ വളരെ ശ്രദ്ധാലുവുമാണ്. കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനുള്ള മൂഡിലാണ് ഇന്ന് നിങ്ങൾ ഇരുവരും. നിങ്ങൾക്ക് സ്നേഹമെന്ന വികാരം മാത്രമേ ഉള്ളൂ. അത് സ്വകാര്യമായ സുരക്ഷിതമായ പരസ്പരം താങ്ങാകാവുന്ന ഇടങ്ങളിൽ വെച്ച് നിങ്ങൾ പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്നു. Sagittarius, കരിയർ. ഭാവിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്ന് പൊതുവെ ശുഭാപ്തി വിശ്വാസമുണ്ടാകും. നിങ്ങളുടെ പക്കൽ ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ ഉള്ളതിനാൽ സത്യത്തിൽ നിങ്ങളിപ്പോൾ എന്താണിത് സ്വീകരിക്കേണ്ടതെന്നാണ് ആശയക്കുഴപ്പം. വരുന്ന ജോലി അതേതായാലും അതേപോലെ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ശരിയായ കാൽവെപ്പോടെ തന്നെ തുടങ്ങണമെന്നില്ല. Sagittarius, ഫൈനാൻസ്. നിങ്ങൾ അക്കൗണ്ട്സ് വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് തിളക്കമാർന്ന ഒരു ദിനമായിരിക്കും. അതൊരു വലിയ സാമ്പത്തിക ലാഭമായിരിക്കുമെന്നല്ല, എന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ മെച്ചങ്ങളുണ്ടാകുമെന്ന് മാത്രം. കഠിനാധ്വാനം ചെയ്യുന്നത് തുടരുക. കാരണം നിങ്ങളുടെ സാമ്പത്തിക ഗ്രാഫ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. Sagittarius, ഹെൽത്ത്. ഭക്തിമാർഗത്തെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ ഉപയോഗിക്കണമെന്ന് ഉപദേശിക്കുന്നു. ഇതിന് യോഗയും ധ്യാനവും ഉപകാരപ്രദമാണ്. നിത്യേന ചെയ്യുകയാണെങ്കിൽ ഇവ മാനസിക ആസ്വാസ്ഥ്യവും വൈകാരിക സന്തുലിതാവസ്ഥയും നൽകുമെന്ന് ഓർമ്മയിരിക്കട്ടെ. ചിന്തകൾ വ്യക്തമുള്ളതാക്കുവാനും രക്തസമ്മർദ്ദം ശരിയായ രീതിയിലാക്കുവാനും ഇവ സഹായിക്കും. ഇന്ന് നല്ല ആരോഗ്യത്തെ ആലിംഗനം ചെയ്യുക. Capricorn, ഓവർവ്യൂ. ബനോവലന്റ് അവസ്ഥയിലുള്ള സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകുകയും ചെയ്യും. ചിലരോട് നിങ്ങൾ ദയാലുവായിരിക്കും. ഇത് നിങ്ങളിലെ ദുഷ്ടവികാരങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുകയും മറ്റുള്ളവരുമായി നല്ല ബന്ധം തരികയും ചെയ്യും. ഇതിലൂടെ നിങ്ങൾക്ക് സന്തോഷവും ലഭിക്കും. Capricorn, റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ സമ്മതിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൽ കുറച്ച് പുരോഗതി ഉണ്ടാകും. നിങ്ങൾ വല്ലാതെ അവരോട് തർക്കിക്കുകയോ പിടിവാശി കാണിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ അവർ നിങ്ങൾക്കെതിരായേക്കാം. നിങ്ങൾ താഴ്മയോടെയും സത്യസന്ധതയോടെയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ നിങ്ങളെ പറയുന്നതനുസരിച്ച് നീങ്ങും. Capricorn, കരിയർ. ജോലി സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സ്ത്രീകൾക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും. അവിചാരിതമായ ചില നല്ല ഫലങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയുണ്ട്. ഇത് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് ഇന്നത്തെ ഗ്രഹസ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇച്ഛാഭംഗം വേണ്ട. Capricorn, ഫൈനാൻസ്. മറ്റുള്ളവർക്ക് ചെയ്ത ചില ഉപകാരങ്ങൾ ഇന്ന് സാമ്പത്തിക ലാഭങ്ങളായി നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ചെയ്ത സംഭാവനകൾക്ക് നികുതിയിളവ് ലഭിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർക്കായി ചെയ്ത ചില ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരവും. നിങ്ങൾ എന്തു കൊടുക്കുന്നു അതാണ് തിരിച്ചു വരിക എന്നത് പ്രത്യേകിച്ചും നല്ല കാര്യങ്ങളിൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. Capricorn, ഹെൽത്ത്. മാനസിക ശാന്തി വർദ്ധിപ്പിക്കുവാൻ യോഗാഭ്യാസം ദിനചര്യയുടെ ഒരു ഭാഗമാക്കുന്നത് തുടങ്ങിവെക്കുവാൻ പറ്റിയ ദിനമാണ്. അത് നിങ്ങളുടെ ഊർജ്ജനില ഉയർത്തുമെന്നും രക്തചംക്രമണം, ദഹന വ്യവസ്ഥ, ശ്വാസോച്ഛ്വാസ പ്രക്രിയ എന്നിവയ്ക്ക് ഗുണം ചെയ്യുന്നുവെന്നും മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ ധ്യാനവും കൂട്ടിച്ചേർക്കുക.
അത് ശാന്തതയും വികാര നിയന്ത്രണവും പ്രദാനം ചെയ്യും. Aquarius. ഓവർവ്യൂ. അടുത്തവരും പ്രിയപ്പെട്ടവരും എല്ലാം അല്പം സ്നേഹക്കൂടുതൽ കാണിച്ചുവരും ഇന്ന് അത് നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ കൂടുതൽ സ്നേഹവും അനുഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്നേഹിതയും കുടുംബവും നിങ്ങളെ ഒരുമിച്ച് അഭിനന്ദിക്കുന്ന നല്ലൊരു ദിവസമാണിന്ന്. ഈ സൗഹൃദം ശക്തിപ്പെടുത്തുന്നതും ഉത്സാഹഭരിതമായ തീരുമാനമെടുക്കുന്നതിനും പ്രധാന ദിവസമാണ്. Aquarius. റൊമാൻസ്. ആകർഷകമായ നിങ്ങളുടെ വ്യക്തിത്വം ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ശ്രദ്ധ കൊണ്ടുവരികയും ഉദ്ദേശിച്ചിരുന്ന ഫലങ്ങൾ നൽകുകയും വിജയം കൊണ്ടുവരികയും ചെയ്യും. ധാരാളം സന്തോഷം കൊണ്ടുവരുന്ന ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുന്നതിനായി നിങ്ങൾ ഉറ്റുനോക്കുന്നു. വിസ്മയകരമായ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവരുമൊത്ത് ഇന്ന് ആകാവുന്നത്ര സമയം ചിലവഴിക്കുക. ജീവിതകാലം മുഴുക്കെ ആലോചിച്ച് സന്തോഷിക്കാവുന്ന ചില അത്യാകർഷകമായ ഓർമ്മകൾ ആസ്വദിക്കുവാൻ ഓർമ്മിക്കുക. Aquarius. കരിയർ. തൊഴിൽ ചെയ്യാനായി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് നിങ്ങൾക്കൊരവസരം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുകയും അത് നിങ്ങളുടെ സമന്മാരുമായുള്ളവർക്കിടയിൽ നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും. വിദേശത്തുള്ള തൊഴിൽപരമായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അംഗീകാരം നിങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രശംസ ലഭിക്കും. വിദേശയാത്രയ്ക്കുള്ള ഈ അവസരത്തിലേക്ക് കുതിച്ചു ചാടുക. അത് ഈ വിജയകരമായ ബിസിനസ് യാത്രയിൽ നിങ്ങളുടെ മതിപ്പ് വർദ്ധിപ്പിക്കും. Aquarius. ഫൈനാൻസ്. നിങ്ങളുടെ വ്യാപാര വിദഗ്ധർക്ക് അവരുടെ ലക്ഷ്യം നേടുവാൻ ഇന്ന് എളുപ്പമായിരിക്കും. നിങ്ങളുടെ രംഗവുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിന് ചേരുക വഴി നിങ്ങളുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക. ഇന്ന് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നത് നാളെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. Aquarius. ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരിക ആസ്വാസ്ഥ്യത്തിനേക്കാൾ കൂടുതൽ ആവലാതി മാനസിക ആസ്വാസ്ഥ്യത്തെക്കുറിച്ചായിരിക്കും. നിങ്ങൾ അസ്വസ്ഥനാണ്. ആത്മവിശ്വാസവും കുറവാണ്. കുറച്ചു ദിവസങ്ങളായി ഈ അസ്വസ്ഥത നിങ്ങളെ ശല്യപ്പെടുത്തുന്നു. അതിന്റെ മൂലകാരണം അറിയണമെന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളിലെ മൂഡിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്കൊരു അലട്ടലും ഉണ്ടാക്കുന്നില്ല. എന്നാൽ അത് നിങ്ങൾക്ക് ചുറ്റിലുമുള്ളവർക്ക് ശല്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തതയുണ്ടാകണം. കാരണങ്ങളുടെ മൂലമറിയണം. Pisces. ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ യാത്രയുടെ വക്കിലെത്തും. യാത്രയിൽ സന്തോഷിക്കുകയും ഇത് നല്ലതിനായിരിക്കുകയും ചെയ്യും. വ്യക്തിപരമായതോ ജോലിപരമായതോ ആയ ഏതോ കാരണം കൊണ്ടാണ് ഈ യാത്ര നിങ്ങളെ തേടിയെത്തുന്നത്. നിങ്ങൾ ഉരുവാക്കുന്ന ഓർമ്മകൾ തികച്ചും സന്തോഷം പകരും. Pisces. റൊമാൻസ്. പങ്കാളികൾ ഉള്ളവർക്ക് അവരുടെ ബന്ധത്തിൽ നല്ല സ്ഥിരതയും ശാന്തതയും തോന്നും. പരസ്പര ബന്ധത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ അവർക്ക് സംതൃപ്തി ഉണ്ടാകും. പരസ്പര പൂരകങ്ങളായി തിളങ്ങുന്ന ഈ നല്ല ദിനങ്ങൾ ആവോളം ആസ്വദിക്കുക. കാരണം എന്നും ഇങ്ങനെ ഇരിക്കണമെന്ന് ഇന്നത്തെ അത്താഴശേഷത്തിനുള്ള മധുരം അടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്നാകട്ടെ. Pisces. കരിയർ. ഇന്ന് നിങ്ങളുടെ മനോനില നിർണ്ണയിക്കാൻ ശ്രമിക്കുക. എന്തെന്നാൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനുമായുള്ള നിങ്ങളുടെ നല്ല ബന്ധം ഇല്ലാതാവുകയാണ്, അല്ലെങ്കിൽ തൊഴിൽ സ്ഥലത്തെ വാഗ്വാദം ഉണ്ടാവുന്നു എന്നതിന്റെ സൂചന നൽകുന്നു. നിങ്ങൾ വളരെ വിശ്രമമില്ലാത്തവനായും നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധയില്ലാത്തവനുമായി അനുഭവപ്പെടും. ഈ ഒരു മനോനിലയിൽ നിന്ന് മാറുന്നതുവരെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. Pisces. ഫൈനാൻസ്. നിങ്ങൾ വിനോദ സംബന്ധിയായ വ്യവസായത്തിലാണെങ്കിൽ ഇന്ന് ഉൽപാദനക്ഷമത വളരെ വർദ്ധിച്ച ഒരു ദിനമായിരിക്കും. തീർത്തു കൊടുക്കുവാനുള്ള ജോലികൾ അല്ലെങ്കിൽ കരാറുകൾ ഇന്ന് വളരെ വേഗത്തിൽ തീർത്തു കൊടുക്കുവാനാകും. ഈ നല്ല സമയത്തിനു മുകളിൽ കഴിവതും സവാരി ചെയ്ത് ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുക. Pisces. ഹെൽത്ത്. ഈയിടെയായി നിങ്ങളുടെ ആരോഗ്യത്തിന് ചില ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം. അത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം വല്ലാതെ കുറയ്ക്കും. സ്വാസ്ഥ്യമുണ്ടെന്ന തോന്നൽ അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നല്ല ആരോഗ്യത്തിന്റെ ഈ ദിനം ആസ്വദിക്കുക. കുറച്ചു ശുദ്ധവായുവിനും വ്യായാമത്തിനുമായി അത് ഉപയോഗിക്കുകയും ചെയ്യുക.